എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിന്റെ മുന്നിലാണുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ്. നമ്മൾക്കറിയാം, വയനാടുണ്ടായ ദുരിതത്തിന്റെ ആഴവും ദുഃഖവും അതിന്റെ തീവ്രതയും എത്രയാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം കഴിയുന്തോറും തൊട്ടറിയുകയാണ്. സമാനതകളില്ലാത്ത വലിയ ഒരു ദുരിതമാണ് വയനാടിൽ പെയ്തിറങ്ങിയത്. ആ സന്ദർഭത്തിൽ അവരെ സഹായിക്കാൻ മലയാളികളാകെ ഒറ്റക്കെട്ടായിട്ട് മുന്നേറുന്ന സമയത്ത് പയ്യന്നൂരിലെ പ്രമുഖ ആരാധനാലയമായ ശ്രീ കാപ്പാട്ട് കഴകം അതിൽ പങ്കാളിയാവുകയാണ്, അതിനോട് കൈകോർക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. അത്തരം കാഴ്ചകളിലേക്ക് ലോക മനസാക്ഷിയെ തന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടാണ് വയനാട്ടിലെ വലിയ പ്രദേശത്തുണ്ടായ പ്രതിനിക്ഷേപം. ഒട്ടേറെ കുടുംബങ്ങൾ മണ്ണിനടിയിലാണ്, ഒട്ടേറെ പേർ അനാഥമായി. ആ നാട് മുഴുവൻ ഒരു വലിയ പ്രളയത്തിൽ ഒലിച്ചുപോയ സ്ഥിതിയാണ് ഉള്ളത്. ലോക മനസാക്ഷി തന്നെ നടുങ്ങി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ സംസ്ഥാന സർക്കാരിനോടൊപ്പം നമ്മുടെ കഴകവും പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകവും പങ്കുചേരുകയാണ്. അനാഥമായ അവശേഷിക്കുന്ന ജീവിതങ്ങൾക്കെങ്കിലും മുമ്പോട്ട് പോകാനുള്ള ആശ്രയം ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് കഴകത്തിന്റെ പേരിൽ ഒരു ചെറിയ കൈത്താങ്ങ് ബഹുമാനപ്പെട്ട പയ്യന്നൂരിന്റെ MLA, ഈ നാടിന്റെ പ്രിയ സഹോദരൻ, നമ്മുടെ എല്ലാം ആത്മമിത്രവുമായ ശ്രീ TI മധുസൂദനന് കഴകത്തിന്റെ പ്രസിഡന്റ് 1 ലക്ഷം രൂപയുടെ സഹായധനം കഴകത്തിന്റെ പേരിലുള്ള ചെക്ക് കൈമാറുന്നതാണ് ഈ ചടങ്ങ്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ചെക്ക് ഏറ്റുവാങ്ങാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ മധു, മറ്റ് മാധ്യമപ്രവർത്തകർ, സഹോദരന്മാർ എല്ലാവർക്കും കഴകത്തിന്റെ സ്വാഗതം ആശംസിച്ചുകൊള്ളു. നമ്മളെ ആകെ ലോകത്തെ ആകെ നടുക്കിയ അതിതീവ്ര ദുരന്തം എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി കഴകത്തിൻ്റെ അന്നാരക്കണ്ണൻ തന്നാരായ രീതിയിൽ ചെറിയ ഒരു സംഭാവനയാണ് കൊടുക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ ഓരോ വ്യക്തികളും ചുരുങ്ങിയത് അവരുടെ ദുരിതാവസ്ഥയുടെ അധ്വാന മൂല്യമെങ്കിലും ഈ ഫണ്ടിലേക്ക് കൊടുക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന കഴകങ്ങളുടെയൊക്കെ ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ ദേശീയ ദുരന്തത്തിൽ ഉപരിയായി അതിതീവ്ര ദുഃഖമായി പ്രഖ്യാപിക്കണമെന്നാണ് മുഖ്യമന്ത്രി മറ്റും ഇന്ന് പറഞ്ഞിട്ടുള്ളത്. 450ഓളം 53ഓളം വീടുകളും മറ്റും പലവിധ കോണുകളിൽ നിന്നും എല്ലാവരും നമുക്ക് കണ്ണീരൊപ്പുന്ന ഇതിൽ നമ്മൾ പങ്കാളിയാവാൻ ഈ കഴകത്തെ എല്ലാ ചടങ്ങും വരെ ഒരു പുണ്യമായ മുഹൂർത്തമായിട്ടാണ് ഇതിനെ നമ്മൾ വിലയിരുത്തുന്നത്. അത് അവരവരുടെ കഴിവിനനുസരിച്ച് ഇനിയും ഭാവിയിലും അതാത് ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അധ്വാനത്തിന് മൂല്യം ഇനിയും കൊടുക്കാൻ നമ്മൾ സജ്ജമാണ്, അല്ല ആവണം എന്നുകൂടി മാത്രമാണ് ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നത്. കൂടുതൽ അധികം പറയുന്നില്ല, കൈമാറി. എല്ലാവരും ഉണ്ട്. ആ നാടിനെ ജീവൻ നമുക്ക് തിരിച്ചു എടുക്കാൻ പറ്റില്ലെങ്കിലും ആ നാടിനെ പുനർനിർമ്മിക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് എപ്പോഴും കൈത്താങ്ങായി നാടും ജനങ്ങളും ഇവരെല്ലാം നയിക്കുന്ന സർക്കാരും ഉണ്ടാകും എന്നത് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും കേരളത്തെ ഉറ്റുനോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന സഹായകരമായിട്ടുള്ള ഹൃദയത്തിൽ തട്ടുന്ന അനുഭവങ്ങളുടെ വന്നു. അതിൽ നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ നിർവഹിക്കേണ്ട ഏറ്റവും വിപുലമായ, വിസ്തൃതമായ, ആഴമേറിയ, മനുഷ്യത്വപരമായ മാനവികതയിൽ ഊന്നി നിന്നിട്ടുള്ള കർത്തവ്യം എന്താണ് എന്നത് വിളിച്ചറിയിക്കുന്നതാണ് കാപ്പാട്ട് കഴകത്തിൻ്റെ ഈ ഒരു പരിശ്രമം.
തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കും കൂടി വഴികാട്ടിയും മാതൃകയാവും എന്നുള്ളത് സംശയമില്ല. കാപ്പാട്ട് ഘടകത്തിൻ്റെ ഈ ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഏറ്റുവാങ്ങുന്നതായിട്ട് എനിക്ക് പിന്നെ ബാങ്കിൽ കൊടുത്തിട്ട് അത് കാപ്പാട്ട് ചെറിയ